ഞാൻ റീസെന്റ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഫേസ് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ വെൻ യു ചൂസ് പ്രൊഡക്ട്സ്, നമ്മുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട്. നമുക്ക് സോ മെനി ഇൻഫ്ലുവൻസേഴ്സ് ആർ ഗിവിംഗ് വീഡിയോസ് ഡേ ബൈ ഡേ. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഓരോ ദിവസം അവർ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാനായിട്ടൊരു ടെൻഡൻസി വരും. അങ്ങനെ ആ ഒരു ടെൻഡൻസിയിൽ ഞാനൊരു സാധനം വാങ്ങി. ആ സാധനം എനിക്ക് നല്ല പണി തന്നു. ആൻഡ് ഇപ്പോ ഇങ്ങനെ ആയി സ്കിൻ. നല്ല കുഴപ്പമില്ലാത്തൊരു സ്കിന്നായിരുന്നു. ഞാൻ യൂഷ്വലി യൂസ് ചെയ്തിരുന്നത് സെബാമെഡിന്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ആയിരുന്നു. അത് യൂസ് ചെയ്തിരുന്നപ്പോൾ എന്റെ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് ലേറ്റ്ലി ഞാനിങ്ങനെ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ കേട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ട്, നമ്മുടെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാനൊരു സാധനം ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങി. അങ്ങനെ അത് വാങ്ങിയതിന് ശേഷം ദാറ്റ് പ്രോഡക്റ്റ് ഡിഡ് സംതിങ് ടു മൈ സ്കിൻ. എന്റെ സ്കിൻ ബാരിയറിന് പറ്റാത്ത എന്തോ ഒരു സാധനം അതിലുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഫുൾ ഇങ്ങനെ തരി തരിയായിട്ട് ഒരുപാട് പിമ്പിൾസ്, ചെറിയ ചെറിയ പിമ്പിൾസ് വന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ വലിയ വലിയ പിമ്പിൾസ് വരാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് ഉണ്ടാവാറില്ല, പക്ഷെ ഈ ഒരു സാധനം യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് വന്നത്. എന്റെ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഇത് കുഴപ്പമില്ലായിരിക്കാം. ഇതാണ് ആ സാധനം, ബ്യൂട്ടി ഓഫ് ജോസിയോൺ. പിന്നെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പൈസ ചെലവാക്കുന്ന ആൾക്കാരാണ്. IV ഗ്ലൂട്ടാത്തയോൺ, പിന്നെ അതുപോലെ ലേസർ ട്രീറ്റ്മെന്റ്സ്. അവർക്ക് അങ്ങനത്തെ മീശയൊന്നും ഉണ്ടാവില്ലായിരിക്കും. മീശയൊക്കെ അവര് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് കളയും. പിന്നെ അതുപോലെ IV ഗ്ലൂട്ടാത്തയോൺ, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാ ഫേഷ്യൽ, പിന്നെ അങ്ങനത്തെ കുറച്ച് വലിയ വലിയ രീതിയിലുള്ള തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 30,000 to 35,000 ഒക്കെയാണ് ഒരു സിറ്റിങ്ങിനൊക്കെ ഇതിന് ഫീ വരുന്നത്. അപ്പൊ അത്രയും അവരവരുടെ സ്കിന്നിന് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതുകൊണ്ടാണ് ക്യാമറയുടെ മുമ്പിൽ അവർ നല്ല ഗ്ലോയിങ് ആയിട്ട് വന്നിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓടിപ്പോയി നമ്മളത് വാങ്ങാൻ നിൽക്കരുത്. ഓക്കെ.